പിന്നെ ഞാൻ പറയാം 16 പറഞ്ഞാലും ഇനി 50 പറഞ്ഞാലും പ്രശ്നമില്ല. കൊടുത്തെന്ന് പറഞ്ഞാലും കൊടുത്തില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കൊടുത്തോ ഇല്ലേ എന്നുള്ളത്. അത്രയും മതി. ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അനുമോളെ പോലത്തെ ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഈ അനുമോളുടെ PR വിവാദം അത് അവസാനിക്കാൻ പോകുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോക്ക് കപ്പും കിട്ടി, ബാക്കിയുള്ളവരുടെ ഉറക്കവും നഷ്ടപ്പെട്ട് ആ ഒരു രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ദിവസത്തിന് മുന്നേ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അനുമോൾ പറയുന്ന കള്ളത്തരങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അനുമോളുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അതായത് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തി ശ്രദ്ധിക്കുന്നില്ല. ഈ 50,000 രൂപയുടെ ഒരു കേസ് ഉണ്ടല്ലോ, അതായത് 1 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു, എന്നിട്ട് 50,000 രൂപ കൊടുത്തു, 50,000 വന്നിട്ട് കൊടുക്കും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി വന്ന് പച്ച കള്ളമാണ് പറഞ്ഞതെന്ന് ഈ അനുമോളുടെ PR വിനു തന്നെ വന്ന് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോക്ക് തന്നെയായിരിക്കും അത് ദോഷമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തിയുടെ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് പറയുന്നു, എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, ഞാൻ അടുക്കളയിൽ പോലും കയറാത്ത വ്യക്തിയാണ്, എൻ്റെ വീട്ടുകാരനെ അങ്ങനെ കയറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ അനുമോളുടെ ഒരു 10-100 വീഡിയോ എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കുക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അതെടുത്ത് വെച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നലെ രണ ഫാത്തിമ വന്നിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. ഞാൻ ഇന്നലെ ശൈത്യയുടെ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഞാൻ പറഞ്ഞു ഇതെല്ലാം പ്ലാൻ ചെയ്ത് വരുവാണ്. ആദ്യമേ ബിന്നി വരുന്നു, അതിൻ്റെ പുറകിന് ശൈത്യ വരുന്നു, പിന്നെ രണ ഫാത്തിമ വരുന്നു, ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നും അറിയത്തില്ല. പതുക്കെ ഓരോന്ന് പൊങ്ങി വരും. കാര്യം ഇതൊരു ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. വേറെ ഒന്നുമല്ല, ഇവർക്കും കൂടെ അത്യാവശ്യം റീച്ച് കിട്ടും. അനുമോളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പം നല്ല വ്യൂവർഷിപ്പും കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ 3 പേരും ഗ്രൂപ്പായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിവാദവും അത് നല്ല രീതിയിൽ ഇവർക്ക് അത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. എന്തായാലും ഞാനിവിടെ സൈഡിൽ ഒരാളുടെ ഒരു ഫോട്ടോ കൊടുക്കാം. നമ്മുടെ ശൈത്യയുടെയാണ്. ശൈത്യ ധ്യാനത്തിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അനുമോളുടെ കപ്പ് എനിക്ക് തിരിച്ച് കിട്ടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണോ എന്ന് അറിയത്തില്ല. ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്ത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യമേ അനുമോളുടെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കാണാം. പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലങ്ങാണ്ട് പോയി ആരോ വീഡിയോ എടുത്തതാ. ഈ PR-ന്റെ ഒരു കേസ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാം 16 പറഞ്ഞാലും ഇനി 50 പറഞ്ഞാലും പ്രശ്നമില്ല. കൊടുത്തെന്ന് പറഞ്ഞാലും കൊടുത്തില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കൊടുത്തോ ഇല്ലേ എന്നുള്ളത്. അത്രയും മതി. ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നാട്ടുകാരെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം കപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി ഈ PR എന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും. പുള്ളിക്കാരത്തി ഡിസേർവിങ് ആയിരുന്നു ഈ ഒരു കപ്പ് കിട്ടാനായിട്ട്. അതെന്തായാലും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇനി അനുമോൾ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്ന ഓരോ വാക്കുകളും അനുമോൾ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് അനുമോൾക്ക് തന്നെയായിരിക്കും പണി കിട്ടാനായിട്ട് പോകുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഇവിടെ വന്നതിന് ശേഷം വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. തൊപ്പിയുടെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ വീഡിയോ നോക്കാൻ പോയിട്ടില്ല. ബിന്നി നരേന്ദ്ര വീഡിയോ ഇട്ടിട്ട് അത് ഞാൻ നോക്കാൻ പോയിട്ടില്ല. എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ആൾക്കാരുടെ വീഡിയോ നോക്കാനും പോയിട്ടില്ല. എന്റെ ഇൻസ്റ്റയിൽ കയറി ഞാൻ കമന്റും വായിക്കാൻ പോയിട്ടില്ല. എന്തിനു വായിക്കണം? അത് സത്യമാണ്. നമ്മൾ ഈ നെഗറ്റിവിറ്റി കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പോയി കാണാതിരിക്കുക. കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവിടെ എന്തായാലും ബിന്നിയുടെയും ശൈത്യയുടെയും വേറെ ആരുടെയും വീഡിയോ അനുമോൾ കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ശരിക്കുള്ള കരച്ചിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ ഫാത്തിമ പുള്ളിക്കാരത്തി ഇന്നലെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ, ഐ ആം നോട്ട് സ്കെയർഡ് ടു എക്സ്പോസ് ദി റിയാലിറ്റി എക്സ്പോസിങ് അനുമോൾസ് PR. ഈ പറയുന്നയാൾക്ക് PR കാര്യങ്ങളോ ഒന്നുമില്ല. PR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത കുഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും കേൾക്കാം. ട്രൂത്ത് ഈസ് ബിറ്ററോ ബിറ്റർ ഈസ് ട്രൂത്തോ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ സംഭവമാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്താൽ കുറേ ഹെയ്റ്റ് വരുന്നു, കുറേ സൈബർ അറ്റാക്ക് വരുന്നു. സംഭവം എനിക്ക് ഈ വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളെയും സപ്പോർട്ട് ചെയ്തിട്ട് അനുമോൾ ട്രോഫി കിട്ടിയതിന് കയ്യോ അടിച്ച് കൺഗ്രാജുലേറ്റും ചെയ്തിട്ട് അനുമോളെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് നമ്മൾ ചെയ്യത്തില്ലല്ലോ. കാര്യം നമുക്ക് വേറൊരാൾ നന്നാവുന്നത് നമുക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തിടത്തോളം കാലം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നിൽക്കത്തില്ല. അതുകൊണ്ട് അതിനെ എതിർത്ത് പറയണം. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. അതുകൊണ്ട് എത്ര കിടന്ന് കരഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്തായാലും ബാക്കിയോടെ പറ. എനിക്ക് നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കുകയും അനുമോളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുകയും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ്. എനിക്ക് അത്ര ഒബ്വിയസ് ആണ്. കാരണം അതിനുള്ള റീസൺസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അനുമോളെ PR ആൻഡ് അനുമോളെ എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരോട് എനിക്കൊരു കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് ഈ PR-നെ പറ്റിയിട്ട് യാതൊരുവിധ ധാരണയില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനു വിളിച്ച് പറയണമെന്ന്. നിങ്ങൾ വിളിച്ച് പറയണത് മുഴുവനും ഇല്ലാത്ത കാര്യങ്ങളാണ്.
അത് കോമൺ സെൻസ് ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. ഇവിടെ ഇത് അനാവശ്യമായിട്ട് വെറുതെ അനുമോളെ നിങ്ങൾ വലിച്ചിടുവാണ്. അതായത് അനുമോളുടെ പേര് യൂസ് ചെയ്യുവാണ്. അനുമോളും ഈ പറയുന്ന രീതിയിൽ PR-ൻ്റെ ഈ ഒരു കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. അനുമോളുടെ ഭാഗത്തും മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഷോ കഴിഞ്ഞിട്ടും ഉണ്ടല്ലോ, പിന്നെയും ഇത് കുത്തിപ്പൊക്കി വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിയുള്ള പരിപാടിയാണോ? അല്ല. അപ്പം ഇവരിത് മനഃപൂർവ്വം ഗ്രൂപ്പായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുവാണ് ഈ ഒരു വിഷയം. അതായത് ഒരു പണിയില്ലാതെ ചുമ്മാതെ കുത്തിയിരുന്നിട്ട് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ പോകുന്നു. ഇന്നലെ ശൈത്യ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതായത് ഇനിയുള്ള എൻ്റെ വീഡിയോസ് യൂട്യൂബിലായിരിക്കുമെന്ന്. എന്തിനാ? യൂട്യൂബ് വഴി റവന്യൂ ഉണ്ടാക്കാനായിട്ട്. അടുത്തത് റണ ഫാത്തിമ. റണ ഫാത്തിമ പകുതി വീഡിയോസ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പം നേരെ യൂട്യൂബിലോട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. കാര്യം യൂട്യൂബ് വഴി ഇട്ട് കഴിഞ്ഞാലേ പ്രയോജനമുള്ളത് ഇവർക്ക് മനസ്സിലായി. കാര്യം എല്ലാ യൂട്യൂബ് ചാനൽസും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനുമോളുടെ പേര് പറയുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. എന്നാൽ നനഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയാണ് ഇവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എത്ര സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും വരാണെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി അനുമോളെ പോലത്തെ ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അനുമോളെ പോലെ ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല എന്ന് ആര്യനെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ആര്യൻ മണ്ടേ കയറി കിടക്കാൻ പോയെന്നും പറഞ്ഞിട്ട് അവിടെ ഇല്ലാത്ത വിവാദമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഉൾപ്പെടെ റണ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതാണ്. അതായത് ആര്യൻ എഗെയിൻസ്റ്റ് ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആര്യൻ്റെ ആ ഒരു ആക്ട് കണ്ടിട്ട് എനിക്കും പേഴ്സണലി ഡൈജസ്റ്റ് ആയിട്ടില്ലായിരുന്നു. പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ ആ സ്പോട്ടിൽ ആര്യൻ്റെ അടുത്ത് ആ ഒരു കാര്യം ചോദിച്ച് ക്ലോസ് ചെയ്യായിരുന്നു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഈ ഒരു വിഷയം അറിയിപ്പിച്ചു, ആര്യനെ കൊണ്ട് സോറി പറയിപ്പിച്ചു, എന്തെല്ലാം തരികടകളാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത്, നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ശരിയാണോ അല്ലയോ എന്ന്. എനിക്കൊരു മടിയില്ല സത്യം പറയുന്നതിലും നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിലും. ഐ ഡോണ്ട് കെയർ, യു ഗൈസ് ക്യാൻ ഡൂ ഇറ്റ്. ഇനിയും ചെയ്തോ. ഞാൻ ഡിസേർവ് ആണെങ്കിൽ ഡിസേർവിങ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്തോ ആ കാര്യങ്ങളൊക്കെ. കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അനുമോള് കപ്പ് കിട്ടി. അപ്പം ആ സമയത്ത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, കൈ അടിച്ചിട്ടുണ്ട്, ഓക്കെ, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നില്ലെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റാണ്, ഒരാൾ ജയിച്ച്. നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ നടന്നിട്ടോ കാര്യമില്ല, ഓക്കെ. പക്ഷെ അത് അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ വലിയ കാര്യമില്ലെന്ന് ഈ പറച്ചിൽ തന്നെ ഉണ്ട്. ഇവർക്ക് അസൂയ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ. അനാവശ്യമായിട്ട് വീണ്ടും ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാരെന്തോ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്നല്ല വിചാരിക്കത്തുള്ളൂ. നിങ്ങൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കൈയടിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലി ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ കൈയടിച്ചതും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. അയ്യോ എനിക്ക് അനുമോളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ നല്ല രീതിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് വളരെ ഫേക്കായിട്ട് നിങ്ങൾ കാണിക്കുമായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഇന്നലെ ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ശൈത്യയ്ക്ക് തലയ്ക്ക് അടി കിട്ടിയ പോലെയാണ് ശൈത്യ ഇരിക്കുന്നതെന്നും ബാക്കിയുള്ളവർ ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പിംഗ് ഇവിടെ കാണിച്ചു തരാം. പുച്ഛമല്ലായിരുന്നു, സങ്കടപ്പെട്ടിട്ട് തലയ്ക്കൊരു അടി കിട്ടിയ പോലൊക്കെ ഇരിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു ഇരിപ്പായിരുന്നു. പക്ഷെ സന്തോഷിത ഞാനോ അങ്ങനെ മസ്താനിയോ കുറച്ച് പേര് മാത്രമല്ല, കുറച്ചധികം പേര് അതിനകത്ത് നല്ല രീതിയിൽ മനസ്സിന് ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് വന്ന ക്ലിപ്സ് ചിലപ്പോൾ കുറവായിരിക്കാം, 1, 2, 3 പേരുടെ കാര്യമായിരിക്കാം കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഫുൾ വീഡിയോ നോക്കി അറിയാം, ചാടി എഴുന്നേറ്റ് നല്ലോണം കൂവി വിളിച്ച് നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അത് കാണാതെ പോരുത്, എഡിറ്റ് ചെയ്തത് മാത്രം കാണരുത്. PR വർക്കിന്റെ എഡിറ്റ്സ് മാത്രമല്ല, PR വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞ കേട്ടില്ലേ, തലയ്ക്ക് അടി കിട്ടിയ പോലെയായിരുന്നു ശൈത്യ ഇരുന്നത്. ഈ ശൈത്യയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ റണ ഫാത്തിമ ബിന്നിയെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ എത്ര വന്നിരുന്ന കൈയടിച്ചാലും എത്ര വന്നിരുന്ന് എനിക്ക് ശത്രുതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടറിനെ പറ്റി നമുക്ക് ഏകദേശം നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് ഒന്നും വന്നിരുന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. ആ സമയത്ത് ഞാൻ മുഖം വീർപ്പിച്ച് ഇവർക്കൊന്നും കിട്ടുന്നതിൽ എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് അവളോട് അസൂയ, അല്ലെങ്കിൽ അനുമോളോട് അസൂയാണ്, അല്ലെങ്കിൽ അനുമോൾ എന്ന വ്യക്തിനോട് അസൂയ എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ വെൻ ഐ ട്രൈ ടു എക്സ്പോസ് ഹർ ടോക്സിക് ആർമി ആൻഡ് ടോക്സിക് PR ആൻഡ് എവറിത്തിങ്, എല്ലാവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത്. അനുമോക്ക് കുറേ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട്, നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനുമോക്ക്. പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല, ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് PRനെയും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് PR എന്ന് പറയുന്ന സമയത്ത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ഇപ്പം അനുമോക്ക് 10K ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക, 10K വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അനീഷേട്ടന് 15K മറ്റേ വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അപ്പോൾ അനീഷേട്ടന് 15K ആവുമ്പം അനുമോളെ PR എന്താക്കും, അതിൽക്കൊരു 10K കൂടി
വോട്ട് കൊടുക്കും. വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അനുമോളെ സ്വന്തം PR ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിനു ആണെങ്കിൽ അനുമോക്ക് എന്തായാലും വോട്ട് മറിച്ചിട്ടുണ്ടാവല്ലോ, അത് വെരി ഒബ്വിയസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ 10K അനുമോളെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമവും. അനുമോക്ക് വോട്ട് മറിച്ച് ജയിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അനുമോളുടെ ഗെയിം കണ്ടിട്ടാണ് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്തത്. പോരാത്തതിന് അനുമോക്ക് പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അനുമോള് ചെന്ന സമയം തൊട്ടേ അനുമോളുടെ ഒരു ഗെയിം പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുറച്ച് സദാചാരം കാര്യങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഇത് പൊതുവേ നമ്മുടെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് അത്യാവശ്യം സദാചാരം പറയുക, അത്യാവശ്യം ഈ കുത്സിതം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അനുമോൾ ചെന്ന സമയം തൊട്ടേ ഇതേപോലത്തെ ഓരോ പാറ്റേൺ പിടിച്ച് നൈസായിട്ട് പുള്ളിക്കാരത്തി ഓരോ ഗെയിം വെച്ചിട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു. അതായത് ഒരു കണ്ടന്റും കൊടുക്കാതെ അനുമോൾ അവിടെ വെറുതെ ഇരുന്നിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ അനുമോക്ക് നല്ല സപ്പോർട്ട് കയറിയത്. പിന്നെ അവസാന നിമിഷം നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അനുമോക്ക് കപ്പ് മേടിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ കൺഫേം ആയിട്ട് ഇത് അനീഷ് അടിക്കത്തേ ഉള്ളായിരുന്നു. ഇത് അനീഷിന് കിട്ടേണ്ട കപ്പ് അനുമോടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്. മനഃപൂർവ്വം അതിനകത്ത് കയറിയിട്ട് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കാൻ സൃഷ്ടിച്ച് പുള്ളിക്കാരത്തിക്ക് കപ്പ് ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഓർഗാനിക്കായി വോട്ട് ചെയ്തത് നമ്മളെ അവർ PR വിളിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കി 10K ഒരാളെ ഓർഗാനിക്കായി വരാത്ത ഈ 10K വോട്ടിനെ പറ്റിയിട്ട് ആരും അറിയുന്നില്ല. അതാണ് ഞാൻ പറയാനും കൺവേ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാര്യം. ഇതിപ്പോൾ ആൾക്കാരെ PR വിളിക്കുന്നതിൻ്റെ വിഷമമൊന്നുമല്ല. നിങ്ങൾ വീണ്ടും ഇതിനകം തരം വീഡിയോ ആയിട്ട് വന്നിട്ട് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രതികരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ PR വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ആർക്കും അത് പേഴ്സണലി വലിയ ഹേർട്ട് ചെയ്തില്ല. കാര്യം അവർക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു ഷോ കണ്ട് ജെനുവിനായിട്ട് നമ്മളുടെ അഭിപ്രായം വന്ന് പറഞ്ഞതാണ്. അതായത് എന്നെ സംബന്ധിച്ച് അനുമോൾക്ക് കപ്പ് കിട്ടി കഴിഞ്ഞാലും അനീഷിന് കപ്പ് കിട്ടിയാലും സന്തോഷമുള്ളൂ. കാര്യം ഇവർ രണ്ടുപേരും ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഷോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവർക്ക് കപ്പ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാതിരി പരിപാടികൾ നിങ്ങൾ നിർത്തുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ലേ? അനുമോളും ഉണ്ട്, ഒരു PR ഉണ്ട്. നേരം വെളുത്താൽ നമ്മൾ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്ന് സംസാരിച്ച് നമ്മുടെയൊക്കെ വാ അഴയ്ക്കുന്നത് ഉള്ള കാര്യം പറയാമല്ലോ. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എനിക്ക് ഈ ശൈത്യം പിന്നെയൊക്കെ എനിക്ക് ഒന്ന് രണ്ടും കൽപ്പിച്ചൊക്കെ ഉണ്ടായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാര്യം ഇതൊരു അവസരമായിട്ട് മുതലെടുക്കാനാണ് ഇവരുടെയൊക്കെ ഒരു ശ്രമം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.